കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തെയും തമിഴ് പ്രാചീന കവി തിരുവള്ളുവരുടെ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന കണ്ണാടിപ്പാലത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 30 നടക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലം നാടിന് സമർപ്പിക്കും. തുടർന്ന് തിരുക്കുറുകൾ പ്രചാരകരായ 25 പേരെ ചടങ്ങിൽ ആദരിക്കും. ശേഷം രാത്രി 7 മണിക്ക് സുഖിശിവം നയിക്കുന്ന ചർച്ചാവേദിയും നടക്കും. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമാണ് 37 കോടി ചെലവിൽ പണിത കണ്ണാടിപ്പാലത്തിനുള്ളത്. ഇതോടെ വിനോദസഞ്ചാരികൾക്ക് കടലിന് മുകളിലെ കണ്ണാടിപ്പാലത്തിലൂടെ ഇരുവശത്തേക്കും കടക്കാം. ചെന്നൈ IIT വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പാലം നിർമ്മിച്ചത്. കടലിലെ കാലാവസ്ഥാ വ്യതിയാനം കാരണം വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളുവർ പ്രതിമയ്ക്ക് അരികിലേക്കുള്ള ബോട്ട് സർവീസ് പലപ്പോഴായി തടസ്സപ്പെട്ടിരുന്നു. ഇതോടെ ദൂരെ നിന്നടക്കം വരുന്ന വിനോദസഞ്ചാരികൾക്ക് തിരുവള്ളുവർ പ്രതിമ സന്ദർശിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പരിഹാരമായാണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചത്. അതോടൊപ്പം തിരുവള്ളുവർ പ്രതിമയുടെ രജത ജൂബിലി ആഘോഷം ഡിസംബർ 31 നടക്കും. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.